ഹായ് ഗൈസ്, പൊന്നനുമായ റേസിംഗിൽ ഹരം കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ. പ്രാതൽ പണി കഴിഞ്ഞ് അമ്മ അടുക്കള പടി ഇറങ്ങി. പടി തൊട്ട് വണ്ടിച്ച് ഉച്ചപ്പണിക്കായി എന്റെ അരങ്ങേറ്റമായി അടുക്കളയിൽ. കുട്ടിച്ചൂര മാങ്ങയിട്ട് തേങ്ങ അരച്ച് വെക്കാന്ന് കരുതി. മുരിങ്ങയ്ക്ക ഇല്ലാതിരുന്നത് മനസ്സിന് നോവുണർത്തി. ആ സങ്കടം മറക്കാനായി പൊന്നൻ പുളിശ്ശേരി റെഡിയായി. അപ്പൊ പിന്നെ മീൻ കലക്കി വിറകടുപ്പിൽ വെക്കാമെന്നായി തീരുമാനം. ചട്ടിയിൽ കറി തിളച്ചപ്പോ മീനിനെയും ഇറക്കി വിട്ടു. മീൻകറി ഗുളുകുളാ തിളയ്ക്കുന്ന സമയം കൊണ്ട് അമ്മ ജയിച്ചേച്ചിയുടെ വീട്ടിൽ പോയി കുറച്ച് ചക്കയുമായി വന്നു. ആ ചക്ക പകുതി മുക്കാൽ അമ്മയുടെ വയറ്റിൽ പോയത് കാരണം ഞാനും പൊന്നനും കുറച്ച് മലക്കറിയും കരിഞ്ഞു. ചക്ക മലക്കറി അവിയലായാലോ അപ്പോ? അവിയലും റെഡിയായി, മീനും ഗുളുകുളാ തിളച്ചു. എന്നാ പിന്നെ എന്തിനു നോക്കിയിരിക്കണ, കുഴച്ച് മിണുങ്ങാല്ലേ. മിണുങ്ങല് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോ റൂമിൽ അതാ നിൽക്കുന്നു റിംബോച്ചെ. അക്കസൊട്ടോയെ തിരക്കി വന്നതാണോന്ന് അറിയില്ല. എന്തായാലും അപ്പന്റെ ടീഷർട്ടിൽ പൊന്നന്റെ സ്റ്റൈലിംഗ് പൊളിയായിരുന്നു. പൊന്നന്റെ സ്റ്റൈലിംഗ് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എന്റെ സ്റ്റൈലിംഗും കൂടി കണ്ടേരെ. ഈ കാണുന്ന റയോൺ മീഡി ഡ്രസ്സ് നിങ്ങൾ മുന്നേയും കണ്ടിട്ടുണ്ട്. സ്നീക്കേഴ്സ് യൂസ് ചെയ്ത് കാഷ്വൽ ലുക്ക് വരുന്ന ഈ സംഭവം നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ. ഓക്സൈസ് അക്സസറീസും പലാസോയും ചേർത്ത് ഞാനൊന്ന് പെയർ ചെയ്തു. സംഭവം ഒരു എത്നിക് ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ഉദ്ദേശശുദ്ധിയിൽ കളങ്കമുണ്ടോന്ന് പറയൂ ഗൈസ്. പലാസോയ്ക്ക് പകരം നിങ്ങൾക്ക് മാക്സി സ്കേർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ സംഭവം ഇഷ്ടമായിട്ടുള്ളവർക്ക് കമന്റ് ചെയ്ത് പറയാം. എന്നാ പിന്നെ ഡ്രസ്സിന്റെ ലിങ്ക് കൊടുത്തേക്കാൻ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ. ബൈ ബൈ.